ജനറൽ എക്സെപ്ഷൻസ് വകുപ്പ് 39 BNSലെ വകുപ്പ് 39 പറയുന്നത് ഒരാൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരാളിനെ മുറിവേൽപ്പിക്കുന്നതിനെക്കുറിച്ച് 39ാമത്തെ വകുപ്പ് ന്യായീകരിക്കപ്പെടുന്നു. അതിൽ 38ാമത്തെ വകുപ്പിൽ വിശദമാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴികെ മറ്റെല്ലാ സാഹചര്യത്തിലുമാണ് ഈ 39ാം വകുപ്പ് പ്രകാരം സ്വയരക്ഷയ്ക്കായിട്ട് മറ്റൊരാളിനെ മുറിവേൽപ്പിക്കാൻ കഴിയുന്നത്. ഇവിടെ മരണമൊഴി ഒഴികെയുള്ള മറ്റ് കൃത്യങ്ങൾ ഉൾപ്പെടുന്നു. ഈ വകുപ്പിനും 37ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ ബാധകമാണ്. വകുപ്പ് 40 പറയുന്നത് സ്വയം പ്രതിരോധ അവകാശം ഒരു കൃത്യം തുടങ്ങുന്നതിനുള്ള സാഹചര്യം തുടങ്ങുമ്പോഴേ ഉണ്ടാകും. അത് എത്ര നാൾ നീണ്ടു നിന്നാലും അത്ര നാൾ നീണ്ടു നിൽക്കും. അതായത് ശരീരത്തിന് എപ്പോഴാണ് അപകടം സംഭവിക്കുന്നുവെന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിനുള്ള ശ്രമത്തിലൂടെയോ ഭീഷണിയിലൂടെയോ ആരംഭിച്ചാൽ അവിടെ മുതൽ തന്നെ സ്വയം പ്രതിരോധ അവകാശം തുടങ്ങുന്നു എന്നാണ്. ഇനി കുറ്റകൃത്യം നടന്നിട്ടില്ലെങ്കിലും ഇത് ബാധകമാണ്. എത്ര കാലത്തോളം ഈ അപകട സാഹചര്യം അല്ലെങ്കിൽ ഈ ചിന്ത നിലനിൽക്കുന്നു അത്രയും കാലത്തോളം പ്രതിരോധ അവകാശവും നിലനിൽക്കുന്നു. അപ്പോൾ 39 പറയുന്ന കാര്യം സ്വയരക്ഷയ്ക്കായിട്ട് നമുക്ക് മറ്റൊരാളെ മുറിവേൽപ്പിക്കാൻ പറ്റും. പക്ഷേ അതിൽ 38ാമത്തെ വകുപ്പിൽ പറയുന്ന സാഹചര്യങ്ങളിലൊന്നും പെടാത്ത സാഹചര്യമായിരിക്കണം. 37ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ ഇതിൽ ബാധകമാണ്. ഓക്കെ, ഇനി 40ാം വകുപ്പിലെന്ന് പറഞ്ഞാൽ ഒരു ഭീഷണി നമുക്കെതിരെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഒരു കുറ്റകൃത്യം നമുക്കെതിരെ നടത്തുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്താം. അത് എത്ര നാൾ ആ ഭീഷണി, ഒരു മാസത്തിനകം നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഒരു മാസത്തോളം നമുക്കെന്താണ് അയാൾ ആ ഭീഷണി നിലനിൽക്കുന്ന അത്രയും കാലത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ എന്താണ് സ്വയം പ്രതിരോധ അവകാശം വഴി നിലനിർത്താൻ പറ്റും. അതായത് സെൽഫ് ഡിഫെൻസ്. ഓക്കെ, 41ാമത്തെ വകുപ്പിൽ പറയുന്നത് പ്രതിരോധ അവകാശം തന്നെയാണ്. പക്ഷേ അത് സ്വത്ത് വകകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ അവകാശമാണ് വിശദമാക്കുന്നത്. ഈ വകുപ്പിൽ വിശദമാക്കുന്ന അവകാശങ്ങളും 37ാം വകുപ്പിലെ നിബന്ധനകൾക്ക് വിധേയമാണ്. ഇവിടെ അക്രമിയുടെ മരണത്തിന് കാരണമാകുന്നതോ മറ്റ് പരിക്ക് ഏൽപ്പിക്കുന്നതോ ആയ ന്യായീകരിക്കപ്പെടുന്നത് സ്വയം പ്രതിരോധ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. താഴെ പറയുന്ന സാഹചര്യത്തിൽ ഈ ഒരു വകുപ്പിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭ്യമാകും. അത് ഉദാഹരണം കൊള്ള ചെയ്യാൻ, റോബറി ചെയ്യാൻ വരുന്ന ആളിനെ നമ്മൾ പരിക്കേൽപ്പിക്കുന്നത് നമുക്ക് നിയമപരമായി നമ്മൾ പൊതുവായ ഒഴിവാക്കലിൽപ്പെടും. നമുക്കെതിരെ കേസ് വരത്തില്ല. സൂര്യാസ്തമനത്തിന് ശേഷമോ ഉദയത്തിന് മുമ്പോ, അതായത് രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷമോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ 6 to 6 ആ ടൈം ഏകദേശം എടുത്താൽ മതി. രാത്രി 6 തൊട്ട് രാവിലെ 6 വരെ ഉള്ള ടൈം, ആ സമയത്തുള്ള ഭവനഭേദനം അങ്ങനെ ഉണ്ടായാൽ നമുക്ക് എന്താണ് ഈ പ്രതിരോധ അവകാശം വച്ച് നമുക്ക് അയാളെ അറ്റാക്ക് ചെയ്യാം. തീ കൊണ്ടോ സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ചോ മനുഷ്യവാസത്തിന് ഉപയോഗിക്കുന്നതോ സ്വത്ത് കൈവശം വയ്ക്കുന്നതിനോ വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ, കൂടാരങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ അക്രമത്തെ ചെറുക്കാം. അതിലെന്തെങ്കിലും അപകടം സംഭവിച്ചാലും നമ്മൾ നിയമപരമായി പരിരക്ഷ നമുക്ക് കിട്ടും. മോഷണം, ദൗർഭാഗ്യം, വീട് അതിക്രമിച്ച് കയറൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ പ്രതിരോധ അവകാശം ഉപയോഗിച്ചില്ലെങ്കിൽ മരണമോ മാരകമായ മുറിവോ സംഭവിക്കുമെന്ന് നീതീകരിക്കത്തക്കതായ തോന്നൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ പ്രതിരോധ അവകാശം ഉന്നയിക്കാൻ പറ്റും. പ്രതിരോധ അവകാശം ബാധകമല്ലാത്ത സാഹചര്യങ്ങളിൽ നടക്കുന്ന വസ്തുവകകൾക്കെതിരായ അതിക്രമത്തിന് ഈ വകുപ്പിൻ്റെ ആനുകൂല്യം ലഭ്യമല്ല. അപ്പം 41 സ്വത്ത് വകകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രതിരോധ അവകാശം ബാധിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം. വകുപ്പ് 42 സ്വത്ത് സംരക്ഷിക്കാനുള്ള പ്രതിരോധ അവകാശത്തിൻ്റെ ഭാഗമായി മരണമൊഴി ഒഴികെയുള്ള മറ്റ് പരുക്കുകളിൽ ഏൽപ്പിക്കുന്നതിനെ ന്യായീകരിക്കുന്നു. അതായത് നമ്മൾ അക്രമിയെ ചെറുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പരുക്കുകളൊന്നും നമുക്കെതിരെ കേസായിട്ട് ബാധിക്കില്ല. 41ാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ള വസ്തുവകകൾക്കെതിരായ അക്രമങ്ങളിൽ അതിലുൾപ്പെടാത്ത എന്നാൽ 37ാം വകുപ്പിലെ നിബന്ധനകൾക്ക് വിധേയമായി മരണമൊഴി ഒഴികെയുള്ള മറ്റ് പരുക്കുകൾ നീതീകരിക്കാൻ കഴിയുന്നതാണെന്ന് 42ാം വകുപ്പ് വിശദീകരിക്കുന്നത്. എല്ലാത്തിലും ഒഴിവാക്കപ്പെടുന്ന മരണമൊഴിയാണ്.
43 സ്വത്തിനും പ്രതിരോധ അവകാശം തുടങ്ങുന്നതിനും തുടരുന്നതിനും സംബന്ധിച്ച കാര്യങ്ങളാണ് 43 പറയുന്നത്. അതായത് സ്വത്തിന് ഭീഷണിയുണ്ടെന്ന് ന്യായീകരിക്കത്തക്ക അപകട ചിന്ത ഉടലെടുക്കുമ്പോൾ ഈ ഒരു പ്രതിരോധ അവകാശം തുടങ്ങുന്നു. മോഷണത്തിൻ്റെ കാര്യത്തിൽ മോഷണം നടത്തി കവർച്ചാ മുതലുമായി മോഷ്ടാവ് പിൻവാങ്ങുന്നവരെയോ അധികാരിയുടെ സേവനം ലഭിക്കുന്നതുവരെയോ കവർച്ച മുതൽ വീണ്ടെടുക്കുന്നത് വരെയോ തുടരുന്നു. കൊള്ളയുടെ കാര്യത്തിൽ അക്രമിയുടെ ഒരു ജീവൻ അപഹരിക്കാൻ ഇടവരുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ, മുറിവേൽപ്പിക്കുമ്പോൾ, അന്യായമായി തടങ്കലിൽ വയ്ക്കുമ്പോൾ വരെയും അല്ലെങ്കിൽ ഇത് സംഭവിച്ചേക്കാമെന്ന ഭയം ഉണ്ടാകുന്ന സമയം വരെയും പ്രതിരോധ അവകാശം തുടരുന്നു. അതിക്രമിച്ച് കയറൽ, ദൗർഭാഗ്യം എന്നിവ അക്രമി തുടങ്ങുന്നത് മുതൽ പ്രതിരോധാവകാശം നിലനിൽക്കുന്നു. സൂര്യാസ്തമയത്തിനു ശേഷവും മുൻപോ ഉള്ള ഭവനഭേദനം ആരംഭിക്കുന്നത് മുതൽ തുടങ്ങി നീണ്ടു നിൽക്കുന്നു. ഇവിടെ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ്, അതായത് നമ്മുടെ പ്രതിരോധാവകാശം, അത് നമുക്ക് സെൽഫ് ഡിഫൻസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. 44 ഒരു നിരപരാധിയായ ആൾ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ മരണത്തിന് ഇരയാകേണ്ട ഒരു അവസ്ഥയിൽ നടത്തുന്ന സ്വയം പ്രതിരോധ അവകാശത്തെക്കുറിച്ചാണ് 44-ാം വകുപ്പ് പറയുന്നത്. ഇവിടെ സ്വയം പ്രതിരോധ അവകാശം വിനിയോഗിക്കുന്ന വ്യക്തിക്ക് സ്വന്തം മരണം തടയുവാൻ വേറെ വഴിയില്ലാതിരിക്കണം. ഒരാളെ കൊല്ലാൻ വരികയാണ്, നമുക്ക് നമ്മളെ മരണം തടയാൻ വേറെ വഴിയൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഇതിൽ പ്രതിരോധ അവകാശം എടുക്കാം. നിരപരാധിയായ ആളുടെ ജീവനും അപകടത്തിലാകുന്ന രീതിയിലാണെങ്കിൽ അത് നീതീകരിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് തിരിച്ചറ്റാക്ക് ചെയ്യാം. അക്രമാസക്തരായ ഒരു കൂട്ടം ആളുകൾ എക്സിനെ വധിക്കാൻ വരികയും അവരിൽ രക്ഷ നേടാൻ എക്സിന് വെടി ഉതിർക്കേണ്ടതും വന്നു. എന്നാൽ ഈ കൂട്ടത്തിൽ കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ സ്വയരക്ഷാർത്ഥം എക്സ് വെടിയുതിർത്തപ്പോൾ കുട്ടികൾക്ക് പരുക്ക് പറ്റിയാലും എക്സിന് അതിൽ ബാധ്യത വരില്ല. ഭാരതീയ ന്യായസംഹിതയിലെ 3-ാം അധ്യായത്തിൽ 14 to 44 വരെയുള്ള വകുപ്പുകളിൽ പറയുന്ന ജനറൽ എക്സെപ്ഷൻസ് കുറ്റം ചെയ്ത വ്യക്തിക്ക് കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശം ഇല്ലാതെ ചെയ്യുന്ന കൃത്യങ്ങൾക്ക് ആനുകൂല്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇതിനെയാണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ജനറൽ എക്സെപ്ഷൻസ് വിശദീകരിക്കുന്ന രീതിയിലാണ് കുറ്റകൃത്യം നടന്നത് എന്ന് തെളിയിച്ചാൽ മാത്രമേ ഇത് കുറ്റകൃത്യമല്ലാതാകുള്ളൂ. നമ്മൾ തെളിയിക്കുകയും കൂടി വേണം. അടുത്തത് ഒഫൻസ് എഗൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡാണ്. അത് 63-ാമത്തെ വകുപ്പ് തൊട്ട് 99 വരെയാണ് പ്രതിപാദിക്കുന്നത്. BNSലെ 2023 BNS അതിൽ 5-ാം അധ്യായം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് 63-ാമത്തെ ആർട്ടിക്കിൾ തൊട്ട് 99 വരെയുള്ള വകുപ്പുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. 63 തൊട്ട് 73 വരെ ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചും 74 തൊട്ട് 79 വരെ ബലപ്രയോഗം പോലെയുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. സെക്ഷൻ 80-87 വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും 88-92 ഗർഭഛിദ്രവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പ്രതിപാദിക്കുന്നു. സെക്ഷൻ 93 തൊട്ട് 99 വരെ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ പ്രതിപാദിക്കുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങൾ വകുപ്പ് 63 മുതൽ 73 വരെ. ഇത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു പാർട്ടും ഈ ഒരു PDF ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കയറി ജോയിൻ ചെയ്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം.